ഹായ് ഫ്രണ്ട്സ്, മൈ ഹോം ബൈ ഷിജി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു കബോർഡ് ക്ലീനിങ് ആണ്. അപ്പോൾ അത് രണ്ടും ഒന്ന് ക്ലീൻ ചെയ്യട്ടെ. ഈ ഡപ്പയ്ക്കകത്ത് ഞാൻ വാങ്ങിക്കുന്ന സാധനങ്ങളൊക്കെ സ്റ്റോക്ക് ചെയ്യുന്നതാണ്. ഇതിനകത്ത് ഞാൻ പച്ചരിയാണ് ഇട്ട് വെച്ചേക്കുന്നത്. അപ്പോൾ അത് അവിടെ ഒതുങ്ങിയിരിക്കും. ഇതൊരു പഴയ ടാങ്കിൻ്റെ പാത്രമാണ്. ഇത് ബിരിയാണിയാണ്, അരിയാണ്. അത് ഞാനിങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെച്ചേക്കുന്നത് എൻ്റെ ചേച്ചി കൊണ്ടുവരുന്നതാണ്. ഈ വെളിച്ചെണ്ണ ഇതെല്ലാം ഞാൻ ഈ തട്ടിനകത്താണ് ഒതുക്കി വെക്കുന്നത്. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് എടുക്കാമല്ലോ. ചെറിയ ചെറിയ പാറ്റൊക്കെ ഉണ്ട് ഈ കബോർഡിനകത്ത്. അപ്പം ഞാനിങ്ങനെ ഹിറ്റാണ് അതിനകത്ത് ഉപയോഗിക്കുന്നത്. ഇനി അടുത്തത് നമ്മുടെ മേളിലൊരു കബോർഡുണ്ട്. ആ കബോർഡൊന്ന് ക്ലീൻ ചെയ്യാം. അപ്പോൾ ഈ കബോർഡിൻ്റെ പ്ലേറ്റുകളും എല്ലാം എടുത്ത് താഴെ വെച്ചിട്ടുണ്ട്. ഇനി അതെല്ലാം അവിടെ എല്ലാം ഒന്ന് തൂത്ത് ജസ്റ്റ് ഒന്ന് തുടച്ച് കഴിയുമ്പോൾ അവിടെ ക്ലീൻ ആവും. ഇടയ്ക്കിടയ്ക്ക് നമ്മളിത് ചെയ്യുമ്പം ഓരോ കബോർഡും സമയമുള്ളപ്പോൾ നമുക്ക് ഓരോരോ കബോർഡ് വീതം ക്ലീൻ ആക്കിയാൽ നമുക്ക് ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ ആവശ്യം വരുന്നില്ല. ഇത് ഞാൻ കഴിഞ്ഞ ദിവസം ആമസോണിൽ നിന്ന് വാങ്ങിച്ച ഒരു ടിഷ്യൂ ആണ്. ഇത് നമുക്ക് കഴുകി ഒരു 8 പ്രാവശ്യമൊക്കെ നമുക്ക് കഴുകി ഉപയോഗിക്കാം. ഒത്തിരി നല്ലതാണ്. ഇതാണ് ഞാനിപ്പം കൂടുതൽ ഉപയോഗിക്കുന്നത്. കാരണം വെള്ളം വെച്ച് നനച്ചിട്ട് ഒന്ന് തുടച്ച് കഴിയുമ്പം നല്ല വൃത്തിയായിട്ടിരിക്കും. ഇനി ആ കബോർഡിൽ നിന്ന് എടുത്ത പാത്രങ്ങളെല്ലാം ഇനി ഒന്ന് നല്ലപോലെ കഴുകി ഉണക്കി തുടച്ച് ഇനി അതിൽ വെക്കാം. അപ്പോൾ ഇനി പാത്രങ്ങളെല്ലാം ഒന്ന് കഴുകട്ടെ. പാത്രം എല്ലാം കഴുകി എല്ലാം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇന്നലെ ഇവിടെ വന്ന ഒരു ബട്ടർഫ്ലൈ അത് കേട്ടോ. അപ്പോൾ പാത്രമെല്ലാം ഞാനെല്ലാം വെള്ളമൊക്കെ പോകാനായിട്ട് കൗണ്ടർ ടോപ്പിലോട്ട് കമത്തി വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ വെള്ളമെല്ലാം പോയി എല്ലാം ഒന്ന് തുടച്ച് ഇനി നമുക്ക് കബോർഡിനകത്ത് വെക്കാം. അപ്പോൾ നമ്മുടെ കൗണ്ടർ ടോപ്പിൽ നിന്ന് എടുത്ത പാത്രങ്ങളെല്ലാം നല്ലപോലെ കഴുകി തുടച്ചു. ഇനി നമുക്കതെല്ലാം കബോർഡിനകത്ത് സെറ്റ് ചെയ്ത് വെക്കാം. ഇപ്പം നമ്മുടെ കബോർഡെല്ലാം നല്ല നീറ്റ് ആൻഡ് ക്ലീനായി എല്ലാം സെറ്റ് ചെയ്തപ്പം കാണാൻ എന്ത് ഭംഗിയല്ലേ. ഇനി നമുക്ക് തുണി വിരിക്കാനായിട്ട് ടെറസിൻ്റെ മണ്ടയ്ക്കോട്ട് പോകാവേ. കതവ് തുറന്നു. ഇനി കുറച്ച് തുണി ഞാൻ വാഷിംഗ് മെഷീൻ രാവിലെ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഒന്ന് വിരിക്കാം. അപ്പോൾ ഞങ്ങളുടെ ടെറസിൻ്റെ മണ്ടയ്ക്ക് നിന്ന് നോക്കുമ്പോൾ കാണുന്ന ഒരു വ്യൂ ആണിങ്ങനെ. അപ്പോൾ തുണിയൊക്കെ എല്ലാം ഒന്ന് വിരിച്ചിടട്ടെ. തുണിയെല്ലാം വിരിച്ചു കഴിഞ്ഞു. ഇങ്ങനെ നമ്മുടെ ടെറസിൻ്റെ മണ്ടയ്ക്ക് ഇങ്ങനെ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ എന്നും ഇങ്ങനെ വന്ന് കുറച്ച് നേരം ഇവിടെ നിൽക്കും. ഇത് നമ്മുടെ ഫ്രണ്ട് വ്യൂ ആണ്. അപ്പോൾ തുണിയെല്ലാം വിരിച്ചിട്ടു. ഇനി താഴെ വന്ന് ചോറ് വെക്കാനുള്ള പുറപ്പാടാണ്. വിറകടുപ്പിലാണ് ഞാൻ ചോറ് വെക്കുന്നത്. വേറൊന്നും ഞാൻ അതിൽ വെക്കാറില്ല. ചോറ് മാത്രം ഞാൻ വിറകടുപ്പിലാണ് വെക്കുന്നത്. അരിയൊക്കെ കഴുകി കലത്തിലിട്ടു. അപ്പം ഇനി ചോറ് അവിടെ നിന്ന് ആയിക്കോളും. നമുക്ക് വിറക് വെച്ച് കൊടുത്താൽ പെട്ടെന്ന് തന്നെ ചോറ് അവിടെ നിന്ന് ആയിക്കോളും. അടുത്ത ഇനി എൻ്റെ ക്ലീനിങ് ആണ്. ഞാൻ ക്ലീൻ ചെയ്യാനായിട്ട് വന്നതാണ്.
ഇതെൻ്റെ ഡൈനിങ് ഏരിയ ആണ്. ആദ്യം അവിടെ തൊട്ടാണ് ഞാൻ തുടങ്ങുന്നത്. അപ്പം ഡൈനിങ് ഏരിയ എല്ലാം നീറ്റായി കിടക്കുക. ഇനി നമുക്കൊന്ന് തൂത്താൽ മതി. തുടയ്ക്കുന്നത് ഞാൻ ആഴ്ചയിൽ 2-3 പ്രാവശ്യമേ തുടയ്ക്കത്തുള്ളൂ. എന്നും തുടയ്ക്കത്തൊന്നുമില്ല. കാരണം നമുക്ക് കാണുമ്പോൾ അറിയാമല്ലോ, അല്ലെ തുടയ്ക്കണമെന്ന് തോന്നുമ്പോൾ അന്നേരം ഞാൻ തുടയ്ക്കും. ഇനിയിപ്പോൾ റൂമിലോട്ട് വന്നു. റൂമെല്ലാം ഞാൻ നേരത്തെ തന്നെ സെറ്റാക്കി ഇട്ടേക്കുന്നതാണ്. പിന്നെ തൂത്ത് വാരിയാൽ മാത്രം മതി. ഇനി അടുത്ത റൂമിലോട്ട് വന്നു. അവിടെയും എല്ലാം ഞാൻ ഷീറ്റും എല്ലാം വിരിച്ച് എല്ലാം ക്ലിയർ ചെയ്തിട്ടേക്കുന്നതാണ്. അവിടെയും തൂക്കുക മാത്രമേ ഉള്ളൂ. ഇന്നിപ്പോൾ തുടയ്ക്കുന്നൊന്നുമില്ല. നമുക്കെപ്പോൾ എനിക്ക് ഈ അഴുക്കായിട്ട് തോന്നുന്നു അപ്പോഴങ്ങ് ഞാൻ അങ്ങനെ തുടയ്ക്കും. അങ്ങനെ ഇന്ന ദിവസമൊന്നും ഇന്ന സമയമൊന്നുമില്ല. നമുക്ക് തന്നെ കാണുമ്പോൾ അറിയാമല്ലോ, അല്ലേ പന്നലായിട്ട് കിടക്കുവാന്ന്. അപ്പോൾ അന്നേരം അങ്ങ് തുടയ്ക്കും. അപ്പോൾ ഓരോ റൂമും തൂത്ത് വാരട്ടെ. ഇനി നമ്മുടെ ഹാളിലോട്ട് വന്നു. റൂമെല്ലാം തൂത്തുവാരി, ഡൈനിങ് ഏരിയ തൂത്തുവാരി. ഇനി ഹാളിലാണ്. ഹാളും ഒന്ന് ജസ്റ്റ് ഒന്ന് തൂത്തുവാരി കഴിയുമ്പം നമ്മുടെ ക്ലീനിങ്ങിൻ്റെ പരിപാടി കഴിയും. ഇനി സിറ്റൗട്ടാണ്. സിറ്റൗട്ട് ഞാൻ രാവിലെ എഴുന്നേൽക്കുമ്പോഴേ ഒന്ന് തൂത്ത് വൃത്തിയാക്കി ഇടും. അതിന് ശേഷം പിന്നെ ഒന്നുകൂടെ ഒന്ന് തൂത്തുവാര്. നമ്മുടെ അപ്പമുത്ത് ഇവിടെ കിടന്നുറങ്ങിയതാണ് ഇപ്പോൾ കണ്ടത് നിങ്ങൾ. ഇത് നമ്മുടെ ഫ്രണ്ട് വ്യൂ ആണ്. അവിടെ നിന്നാണ് നമ്മൾ താഴോട്ട് ഇറങ്ങി വരുന്നത്. നിങ്ങൾക്ക് ഹോം ടൂർ വേണമെങ്കിൽ പറഞ്ഞാൽ മതി, അത് ഞാൻ ചെയ്യാം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ പറയണം, കമൻ്റായിട്ട് അറിയിക്കണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. Thank you for watching. Bye.